ബുഹൈറയുടെ ആശ്രമത്തിലെ വിരുന്ന്. കൊച്ചു മുഹമ്മദ് വിരുന്നിനായി കടന്നുവരുന്നു. ബുഹൈറ വിറയ്ക്കുന്ന കൈകളോടെ അവനെ സ്വീകരിക്കുന്നു. മറ്റു ഖുറൈശികൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെങ്കിലും ബുഹൈറയുടെ കണ്ണുകൾ ആ ബാലനിൽ മാത്രമാണ്. ബാലനായ മുഹമ്മദ് വിരുന്നിനായി എത്തിയപ്പോൾ ബുഹൈറയുടെ കണ്ണുകൾ സസൂക്ഷ്മം അവനെ നിരീക്ഷിക്കുകയായിരുന്നു. തന്റെ കൈവശമുള്ള പുരാതന ലിഖിതങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഓരോ ശാരീരിക അടയാളങ്ങളും ആ ബാലനിലുണ്ടോ എന്ന് അദ്ദേഹം ഒത്തുനോക്കി. ബുഹൈറ ബാലനെ അരികിലേക്ക് വിളിച്ച് സംസാരിക്കുന്നു. ബാലന്റെ സംസാരവും വിനയവും ബുഹൈറയെ വിസ്മയിപ്പിക്കുന്നു. അദ്ദേഹം ബാലന്റെ വസ്ത്രം അല്പം നീക്കി അവന്റെ ചുമലുകൾക്കിടയിൽ പരിശോധിക്കുന്നു. ബാലന്റെ 2 ചുമലുകൾക്കിടയിലായി ഏകദേശം ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ വിശുദ്ധമായ അടയാളം ബുഹൈറ കണ്ടു. മാംസലമായ ആ ഭാഗത്തിനു ചുറ്റും കറുത്ത രോമങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. പുരാതന വേദഗ്രന്ഥങ്ങളിൽ അന്ത്യപ്രവാചകന്റെ ശാരീരിക ലക്ഷണമായി വിവരിച്ചിട്ടുള്ള ഖാതമുൻ നബു, സീൽ ഓഫ് പ്രോഫറ്റ്ഹുഡ് അഥവാ പ്രവാചകത്വത്തിന്റെ മുദ്രയായിരുന്നു അത്. ആ മുദ്ര കാണുന്ന നിമിഷം ബുഹൈറയുടെ കൈകൾ വിറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിയുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന ആ മഹാസത്യം തന്റെ മുന്നിലാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ബുഹൈറ പതുക്കെ ആ അടയാളത്തിൽ സ്പർശിച്ചുകൊണ്ട് സ്വയം മന്ത്രിച്ചു, അല്ലാഹുവിന്റെ നാമത്തിൽ ഇത് സത്യമാണ്. ലോകം കാത്തിരിക്കുന്ന ആ വിമോചകൻ ഇതാ എന്റെ മുന്നിൽ. ബുഹൈറ ഉടൻ തന്നെ അബൂ ത്വാലിബിനെ മാത്രം രഹസ്യമായി അരികിലേക്ക് വിളിച്ചു. ബുഹൈറ അബൂ ത്വാലിബിന്റെ കൈകൾ മുറുകെ പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു തിരിച്ചറിവുണ്ടാകുന്നു. ബുഹൈറ, അബൂ ത്വാലിബ്, സത്യം പറയുക, ഈ ബാലൻ നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, ഇവൻ എൻ്റെ മകനാണ് ബുഹൈർ. ബുഹൈർ, അല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. വേദഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ മഹാപ്രവാചകൻ ഒരു അനാഥനായിരിക്കുമെന്നാണ്. ഇവന്റെ പിതാവ് ഇപ്പോൾ ജീവിച്ചിരിക്കാൻ പാടുള്ളതല്ല. അബൂ ത്വാലിബ് ആശ്ചര്യത്തോടെ പതുക്കെ തല താഴ്ത്തുന്നു. അബൂ ത്വാലിബ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇവൻ എൻ്റെ സഹോദരപുത്രനാണ്. ഇവൻ ജനിക്കുന്നതിന് മുൻപേ ഇവന്റെ പിതാവ് മരിച്ചുപോയി. എന്താണ് അങ്ങ് ഇത്ര ഗൗരവത്തോടെ ചോദിക്കുന്നത്? ബുഹൈറ തന്റെ വിരൽ ചൂണ്ടി വേദഗ്രന്ഥത്തിലെ വാചകങ്ങൾ വായിക്കുന്നു. ശേഷം ബാലനെ നോക്കുന്നു. ബുഹൈറ, കാരണം എൻ്റെ കൈവശമുള്ള ഈ പഴയ ലിഖിതങ്ങളിൽ, തൗറാത്തും ഇഞ്ചീലും പോലുള്ള വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ അന്ത്യപ്രവാചകന്റെ വ്യക്തമായ അടയാളങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളെല്ലാം ഈ ബാലനിൽ ഞാൻ നേരിട്ട് കണ്ടു. ഉണങ്ങിയ മരം തണലേകിയതും മേഘങ്ങൾ അവനെ പിന്തുടർന്നതും അവന്റെ ചുമലുകൾക്കിടയിലെ ആ പ്രവാചകത്വത്തിന്റെ മുദ്രയുമെല്ലാം വേദഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഇവൻ തന്നെയാണ് ആ അന്ത്യപ്രവാചകൻ. അബൂ ത്വാലിബ് ആശ്ചര്യത്തോടെയും ഭയത്തോടെയും ബുഹൈറയെ നോക്കുന്നു. ബുഹൈറ അബൂ ത്വാലിബിന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നു. ബുഹൈറ, അബൂ ത്വാലിബ്, ഇവനെ എത്രയും വേഗം സിറിയയിലേക്ക് കടക്കാതെ മക്കയിലേക്ക് തിരികെ കൊണ്ടുപോവുക. നിങ്ങളുടെ കച്ചവടത്തേക്കാൾ വലുതാണ് ഇവന്റെ ജീവൻ. ഇവനെ ആരും തിരിച്ചറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലോകം കാത്തിരിക്കുന്ന ആ വലിയ വെളിച്ചമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇവൻ ലോകത്തിന്റെ നേതാവാകാൻ പോകുന്ന പ്രവാചകനാണ്. ബുഹൈറയുടെ വാക്കുകൾ അബൂ ത്വാലിബിന്റെ ചിന്തകളെ അമ്പെ മാറ്റിമറിച്ചു. വേദഗ്രന്ഥങ്ങളിൽ വായിച്ചു പഠിച്ച സത്യങ്ങൾ തന്റെ മുന്നിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടുന്നതോടൊപ്പം ബുഹൈറ കണ്ട ആ വലിയ ഭീഷണിയും അദ്ദേഹത്തെ ഉലച്ചുകളഞ്ഞു. പ്രാണനേക്കാൾ പ്രിയപ്പെട്ട സഹോദരപുത്രനെ വകവരുത്താൻ ആർക്കാണ് സാധിക്കുക? എന്തിനാണ് അവർ ഇവനെ ശത്രുവായി കാണുന്നത്? ആ രഹസ്യ വെളിപ്പെടുത്തൽ അബൂ ത്വാലിബിന് നൽകിയ മുന്നറിയിപ്പും കച്ചവടം പൂർത്തിയാക്കാതെ മക്കയിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനവും നൂർ ഹിസ്റ്ററിയുടെ അടുത്ത ഭാഗങ്ങളിൽ കാണാം.